ആഫ്റ്റർനൂൺ. ഫോട്ടോസിന്തസിസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഇനി എക്സാമിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് കഴിയാത്തവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് 1 മാസം 2 മാസങ്ങൾ മാത്രമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയവരൊക്കെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രം കൊണ്ട് നമുക്ക് റാങ്ക് കുറച്ച് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് സമയം കളയാണ്ട് മാക്സിമം പഠിച്ച് തീർക്കുക. കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. 12th ക്വസ്റ്റ്യൻ ആണ്. മുന്നത്തെ സ്ലൈഡിൻ്റെ ബാക്കിയായിട്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നത്. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഓപ്ഷൻ എ, ഗ്രാനുലർ lamella have both the PS1 and PS2. B, cyclic photophosphorylation involve both PS1 and PS2. Both ATP and NADPH H+ are synthesized during non-cyclic photophosphorylation. Stroma lamella lack PS2 and NADP reductase. ഇതിൽ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. ഇതിലേതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ചിലപ്പോൾ നമ്മളത് എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ കാരണം അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വായിച്ചെടുക്കാനും ചാൻസസ് ഉണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് വരുന്നത്. കാരണം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ PS1 മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when one carbon dioxide molecule is fixed as one molecule of triose phosphate, which of the following photochemically made high energy chemical intermediates are used in the reduction phase? ഇവിടെ ആൻസർ വരുന്നത് 2 ATP and 2 NADPH ആണ്. രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് ആ ഒരു സ്റ്റെപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, റിഡക്ഷൻ ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ മോളിക്യൂൾ ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. അത് കറക്റ്റാണ്. ഓപ്ഷൻ എ കറക്റ്റാണ്. സ്പ്ലിറ്റിംഗ് നടക്കുന്നത് തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിൽ വെച്ചിട്ടാണ്. ഓപ്ഷൻ ബി, പ്രോട്ടോൺസ് അക്യുമുലേറ്റ് വിത്തിൻ ദ ലൂമൻ ഓഫ് ദ തൈലക്കോയിഡ്. അതും കറക്റ്റാണ്. ലൂമനിലാണ് H+ അയോൺ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി, പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേഴ്സ് ദ ഇലക്ട്രോൺ ടു ആൻ ഇലക്ട്രോൺ കാരിയർ. ഓപ്ഷൻ സി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡി, NADP reductase enzyme is located on the stroma side of the membrane. Yes, option D is correct. ഓപ്ഷൻ ഇ, പ്രോട്ടോൺ ഇൻക്രീസ് ഇൻ നമ്പർ ഇൻ സ്ട്രോമ. അത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് A, B, D ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഇൻ C4 plant is phosphoenol pyruvate and is found in the mesophyll cells. Phosphoenol pyruvate PEP അത് C4 പ്ലാന്റ്സിൽ മീസോഫിൽ സെൽസിൽ തന്നെയാണ് കാണുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. സ്റ്റേറ്റ്മെൻറ്റ് 2, മീസോഫിൽ സെൽസ് ഓഫ് C4 plants lack Rubisco enzyme. In the light of the above statement, choose the correct answer ആണ്. മീസോഫിൽ സെൽസ് ഓഫ് C4 plant lack Rubisco enzyme. യെസ്, അത് കറക്റ്റ് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മീസോഫിൽ സെൽസിലല്ല, ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് റുബിസ്കോ കാണുന്നത്. എന്തുകൊണ്ടാണ് ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ വെച്ചത്? ഓക്സിജൻ്റെ എൻട്രി ഇല്ലാതാക്കണം. അപ്പോൾ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ റിലീസ് ഓഫ് എനർജി ഡ്യൂറിങ് ATP സിന്തസിസ് ത്രൂ കെമിയോസ്മോസിസ്? ഇറ്റ് ഇൻവോൾവ്സ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നോട്ട് ട്രൂ എന്നാണ്, അതായത് തെറ്റായിട്ടുള്ള ഉത്തരമാണ് ചോദിച്ചിട്ടുള്ളത്. എ, ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിൻ്റെ ബേസിലാണ് കെമിയോസ്മോസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ്, അവിടെ ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ് ബാധിക്കുന്നേ ഇല്ല, അവിടെ ഒന്നും പറയുന്ന പോലും ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടോൺ അക്രോസ് ദ മെംബ്രെയിൻ ടു ദ സ്ട്രോമ. യെസ്, നടക്കുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് NADP to NADPH2 ഓൺ ദ സ്ട്രോമ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. യെസ്, അത് കറക്റ്റാണ്. സോ ആൻസർ ഈസ് ബി. 17th question, what is the role of large bundle sheath cells found around the vascular bundle in C4 plants? C4 പ്ലാന്റ്സിൽ കാണുന്ന ബണ്ടിൽ ഷീത്തിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു പ്രൊവൈഡ് ദ സൈറ്റ് ഫോർ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ,
to increase the number of chloroplasts for the operation of Calvin cycle, to enable the plant to tolerate high temperature, to protect the vascular tissues from high light intensity. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് കാൽവിൻ സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ സോർഗം ഈസ്. ഓപ്ഷൻ ബി ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് ആൻസർ വരുന്നത്. സോർഗം എന്ന് പറയുന്നത് C4 പ്ലാന്റ് ആണ്. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, C4 പ്ലാന്റിന് എക്സാമ്പിൾ ഏതാണെന്ന്. അപ്പോൾ സോർഗം അത് ഓർത്ത് വെക്കണം. The first stable product of carbon dioxide fixation in sorghum is oxaloacetic acid. ഓക്കെ, ഫസ്റ്റ് C3 സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണ്? 3-phosphoglyceric ആസിഡ് ആണ്. ഗ്ലൈക്കോളിസിസിലെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൈറോവിക് ആസിഡ് ആണ്. ക്രാബ് സൈക്കിൾ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണ് സക്സീനിക് ആസിഡ്. ഗ്ലൈക്കോളിസിസിലെ എൻഡ് പ്രൊഡക്റ്റ് പൈറോവിക് ആസിഡ് ആണ്, നമുക്കറിയാം. അതാണ് പിന്നെ ക്രാബ് സൈക്കിളിലേക്ക് പോകുന്നത്. Next, which of the following statement is incorrect? Both ATP and NADPH+ are synthesized during non-cyclic photophosphorylation. അതൊരു കറക്റ്റ് ആൻസർ ആണ്. ATPയും NADPH+ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രോമ ഇൻകറക്റ്റ് ആണല്ലോ ചോദിക്കുന്നത്. ബി, സ്ട്രോമ ലാമെല്ല ഹാവ് PS1 ഓൺലി ആൻഡ് ലാക്ക് NADP റിഡക്റ്റേസ്. അതും കറക്റ്റാണ്. സ്ട്രോമ ലാമെല്ലയിൽ NADP റിഡക്റ്റേസ് ഇല്ല. ഗ്രാന ലാമെല്ല ഹാവ് ബോത്ത് PS1 ആൻഡ് PS2. ശരിയാണ്. ഡി, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഇൻവോൾവ് ബോത്ത് PS1 ആൻഡ് PS2. തെറ്റാണ്. സൈക്ലിക്കിൽ PS1 മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. 20th ക്വസ്റ്റ്യൻ, ദ ലൈറ്റ് റിയാക്ഷൻ പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം. അപ്പോൾ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ്റെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ PS2ന്ന് പ്ലാസ്റ്റോക്വിനോണിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നത്. പ്ലാസ്റ്റോക്വിനോണിന് സൈറ്റോക്രോം B6Fലേക്കും